ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓണം ക്ലീനിങ്ങിൻ്റെ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. ആ വീഡിയോയിൽ നമ്മൾ 2 ബെഡ്റൂമിൻ്റെ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. കണ്ടിട്ടില്ലാത്തവർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ ഓപ്പൺ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തലേ ദിവസം പോയിട്ട് നമ്മൾ സപ്ലൈക്കോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വേണ്ട സാധനങ്ങൾ, നമ്മൾ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിലേക്കുള്ള പർച്ചേസിങ്ങും ഷോപ്പിങ്ങും ഒക്കെ തീർന്നായിരുന്നു. അപ്പോൾ കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴുകി കമഴ്ത്തി വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് മക്കളൊക്കെ ടി വി കണ്ടിരിക്കുന്ന ആ സമയം കൊണ്ട് ഞാൻ പിന്നെ കിച്ചൺ നന്നാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബോട്ടിൽസൊക്കെ തുടച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതിലേക്ക് മാറ്റുകയാണ്. നമ്മൾ പയറുവർഗ്ഗങ്ങളും പൊടികളും അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബോട്ടിൽസ് കഴുകി വെച്ചതുകൊണ്ട് ഒരുവിധം വെള്ളമൊക്കെ അതിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ബോട്ടിൽസൊക്കെ ആദ്യം കഴുകി വയ്ക്കുക, പിന്നെ അതിലേക്കുള്ള സാധനങ്ങൾ, ഇനിയിപ്പോൾ അതിൽ സാധനങ്ങൾ ഉണ്ടെങ്കിലും നമുക്കൊരു ചെറിയ പേപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിലോ മാറ്റി വെച്ചിട്ട് ഒന്നും കൂടെ കഴുകി വയ്ക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ എല്ലാ ബോട്ടിൽസും ഫില്ലായതിന് ശേഷം ഞാൻ അതിൻ്റെ പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ ബാസ്ക്കറ്റിൽ ഇടുകയാണ് കേട്ടോ. ഇനി ടേബിളൊന്ന് വൃത്തിയാക്കണം. ബാക്കിയുള്ള ഉപ്പ് കാര്യങ്ങളൊക്കെ കൂടെ നമ്മൾ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ടേബിളൊന്ന് വേഗം ക്ലീൻ ചെയ്ത് വെക്കണ്ടേ. പിന്നെ നമുക്ക് എക്സ്ട്രാ സാധനങ്ങൾ ഉണ്ടാവില്ലേ, പഞ്ചസാരയോ അല്ലെങ്കിൽ പുട്ടുപൊടി, അങ്ങനെയൊക്കെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുപ്പിയിലാക്കിയതിന് ശേഷം. അപ്പോൾ അതൊക്കെ ഇതുപോലത്തെ ഒരു വലിയൊരു ബാസ്ക്കറ്റിലേക്ക് മാറ്റി വയ്ക്കണം. നമുക്ക് തീർന്നു കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ ഹരിത കർമ്മസേനക്കാർ കൊണ്ടുപോകും. അപ്പോൾ അതൊരു ചാക്കിലാക്കി വെച്ചാൽ മാത്രം മതി. അതിനായിട്ട് അമ്പാടി ബിസ്ക്കറ്റും ചായയും വേണം പറഞ്ഞ് വന്നപ്പോൾ അവന് ബിസ്ക്കറ്റും ചായ എടുത്ത് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയിലൊന്ന് പോയിട്ടോ. അങ്ങനെ സച്ചു അമ്പാടി ടി വി കണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ബോട്ടിൽസും കാര്യങ്ങളും ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാൻ നിൽക്കണം. കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഈ വക പരിപാടിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം കിച്ചൺ ക്ലീൻ ചെയ്യുക, ഇതൊക്കെ നമ്മൾ അതിലേക്ക് അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞ് നമ്മുടെ ക്ലീനിങ് കഴിയും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ കിച്ചണിൻ്റെ അവസ്ഥ കൊണ്ട് വളരെ അലങ്കോലമായി കിടക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കോലമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ആദ്യം മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കണം. അപ്പോൾ നമ്മളുടെ ഡ്രോയറുകളൊക്കെ കാലിയാണ് കേട്ടോ. കാരണം ബോട്ടിൽസൊക്കെ ഇപ്പോൾ നമ്മൾ മേശപ്പുറത്ത് വെച്ചില്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാറാലൊക്കെ തട്ടിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ ഓരോ തട്ടുകളും നമ്മൾ തുടച്ചെടുക്കുകയാണ് കേട്ടോ. പൊടി തട്ടിയതിന് ശേഷം ഒന്ന് നനഞ്ഞ തുണി മുക്കി പിഴിഞ്ഞിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒരു ഉണങ്ങിയ തുണിയും നനഞ്ഞ തുണിയും പിന്നെ അതൊക്കെ നമ്മുടെ കയ്യിൽ കരുതാൻ കേട്ടോ. ചെറിയൊരു ലിക്വിഡ് ഞാൻ അതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാർഡ്രോബൊക്കെ ഒന്ന് നമ്മുടെ സ്റ്റോറേജ് ബോക്സൊക്കെ ഒന്ന് സ്മെല്ലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലിക്വിഡ് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക്. അപ്പോൾ ആദ്യം ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി മറന്നു കേട്ടോ. അപ്പോൾ 2 തവണ ഞാൻ പൈപ്പിൽ നിന്നാണ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. 3ാമത്തെ തവണ ഞാൻ പിന്നെ പാത്രത്തിലേക്ക് വെള്ളം എടുത്തു. പിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ എത്രത്തോളം പരത്തിടാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അടുക്കള പരന്ന് കിടക്കും. പക്ഷേ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ അത്രയും മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. പിന്നെ ഓണം ക്ലീനിങ്ങിൻ്റെ പാർട്ട് 2 ആണിത്. ഇനി പാർട്ട് 3 കൂടി നമ്മുടെ ഓണം ക്ലീനിങ് തീരും കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്നായിരിക്കും നമ്മുടെ വീട്ടിൽ ഓണം കഴിക്കുക. തിരുവോണം നമ്മുടെ തറവാട്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വേഗം തീർത്ത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് ഷോപ്പിങ്ങിന് പോകണം. മക്കൾക്ക് ഡ്രസ്സ് എടുത്തു കേട്ടോ. മക്കൾക്ക് 3 പേർക്കും ഡ്രസ്സ് എടുത്തു. അവർക്ക് സ്കൂളിൽ ഓണപ്പരിപാടിയും കാര്യങ്ങളും ആയതുകൊണ്ട് അതിൻ്റെ തലേ ദിവസം പോയിട്ട് അവർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് ഇനി എനിക്ക് മാത്രമേ എടുക്കാനുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവരണം ഉത്രാടത്തിന് അന്ന് പൂവിടാൻ വേണ്ടിയിട്ട്. ഉത്രാടത്തിനാണ് നമ്മൾ സിറ്റ് ഔട്ടിലാണ് കേട്ടോ പൂവിടാറ്. അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ മുറ്റത്ത് പൂവിട്ടാൽ ഉത്രാടത്തിനാണ് നമ്മൾ സിറ്റ് ഔട്ടിൽ പൂവിടും. തിരുവോണം പിന്നെ നമ്മൾ തറവാട്ടിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഹോബിൻ്റെ അവിടെയൊക്കെ നല്ലതായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഹോബിൻ്റെ മുകൾ വശവും താഴെ വശവും ക്ലീൻ ചെയ്യാറുള്ളൂ. അപ്പോൾ കർട്ടനും പൊക്കി അവിടെ അപ്പുറത്ത് പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവരിവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, അവർ ഫ്രണ്ട് ഏരിയയിലാണ്. അപ്പോൾ വേഗം നമ്മുടെ കിച്ചണിൻ്റെ കമ്പി ജനലും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കണം. ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് മാറാലും പൊടിയും പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ തുടച്ച് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷെൽഫുകളൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നന്നായിട്ട് പൊടി പരന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അടിച്ച് വാരി നമ്മുടെ വർക്കിംഗ് കിച്ചണിലേക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മളുടെ താഴെയുള്ള ഓരോ സ്റ്റോറേജ് ഏരിയയും കൂടെ തുടച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് അവിടേക്കുള്ള സാധനങ്ങളും കൂടി എടുത്ത് വെക്കാം. അപ്പോൾ ഇതിന് താഴെ ബോക്സിൽ താഴെ കാര്യങ്ങൾ കേട്ടോ, ഞാൻ അരി, പച്ചരി, അരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളും പിന്നെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഇതിൻ്റെ ചോടയാണ് കേട്ടോ വെക്കാറുള്ളത്. മുകളിൽ നമ്മളുടെ ബാക്കിയുള്ള പൊടികളും പയറുവർഗ്ഗങ്ങളും പിന്നെ പാത്രങ്ങളും, അങ്ങനെ ഈ കിച്ചണിൽ തന്നെ ഒരുവിധം സാധനങ്ങൾ ഒരുക്കും. പിന്നെ നമ്മുടെ കരിപ്പാത്രങ്ങളും, അതായത് മൺചട്ടികൾ, കരിയുള്ള പാത്രങ്ങൾ, കുക്കറുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വർക്കിംഗ് കിച്ചണിലുമാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇനി വിറകും കാര്യങ്ങളും സെറ്റാക്കണം. നമുക്ക് ഓണത്തിന് ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തീ എന്തായാലും പിടിപ്പിക്കേണ്ടി വരും. എല്ലാം കൂടെ ഗ്യാസും ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ ഗ്യാസ് തീരും. അപ്പോൾ എല്ലാ പണിയും തീർന്നു കഴിഞ്ഞിട്ട് വേണം ഇനി വിറകും കാര്യങ്ങളും കൂടെ സെറ്റാക്കി വെക്കാനുള്ളത്. വീട് മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് നിൽക്കുന്നതിന് ദിവസം ഞാൻ രാവിലെ തന്നെ നമ്മുടെ ചോറും കാര്യങ്ങളും ഉണ്ടാക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ക്ലീനിങ്ങിൽ നിന്ന് കഴിഞ്ഞ് നമ്മൾ പിന്നെ അതിലങ്ങോട്ട് എന്താ പറയുക ആയിപ്പോവും. പിന്നെ നമുക്ക് കുക്കിങ് കാര്യങ്ങളും ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ ആദ്യം ചോറും കറിയും പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, അത് പൊരിച്ചും വെച്ചു. പപ്പടം കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വർക്കിംഗ് കിച്ചണിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ മൊത്തം പൊടി മാറാലൊക്കെ ആവില്ലേ, അപ്പോൾ അതിലേക്ക് ആവേണ്ട വിചാരിച്ചു അത് ഞാൻ നമ്മുടെ മറ്റേ കിച്ചണിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ സെറ്റാക്കട്ടെ. അരി പറയില്ലേ, ബാക്കിയുള്ള വലിയ വലിയ ഡബ്ബകളൊക്കെ താഴെയുള്ള സ്റ്റോറേജിൽ വെച്ചു. മുകളിൽ നമ്മൾ എടുക്കാൻ പാകത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്പണുള്ള സ്പേസിലും വെച്ചു. പയറുവർഗ്ഗങ്ങൾ മുകളിലും വെച്ചു. പിന്നെ നമ്മുടെ പുട്ടുപൊടി, ആട്ടപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മുകളിൽ വെക്കുകയാണ് കേട്ടോ. പിന്നെ കടുക്, ഉലുവ, ജീരകം, അങ്ങനത്തെ ചിക്കൻ മസാല, അങ്ങനത്തെ പൊടി ചെറിയ ഐറ്റംസൊക്കെ ചെറിയ ബോക്സിലാക്കിയിട്ട് അവിടെയും വെച്ചു. ഇനി നമുക്ക് കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം, ഗ്യാസൊക്കെ തുടയ്ക്കണം, കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് കഴിയണം. അത്രയും കാര്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ബാക്കിയുള്ള സ്പേസും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ ബോട്ടിൽസും കൂടെ ഞാൻ നന്നായിട്ട് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ബോട്ടിലൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. പിന്നെ ഹോബിൻ്റെ ഇത് ഞാൻ കുറേ സ്ക്രൂ അഴിക്കാൻ നോക്കി, പക്ഷെ എനിക്ക് കഴിയുന്നില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഏട്ടൻ വന്നപ്പോൾ, അത് ഇപ്പോഴത്തെ ലീവിനല്ല, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് ഏട്ടൻ ഹോബിൻ്റെ സ്ക്രൂ ഒക്കെ അഴിച്ച് ക്ലീൻ ആക്കി തന്നത്. പക്ഷെ ഞാൻ ഒരെണ്ണം അഴിച്ചു, മറ്റത് എനിക്ക് അഴിക്കാൻ കഴിയുന്നേ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ ആ ശ്രമം അവിടെ നിർത്തിയിട്ട് തുടച്ചെടുക്കാൻ ചെയ്ത്. പിന്നെ കർട്ടനൊക്കെ താഴ്ത്തി ബാക്കിയുള്ള ഭാരങ്ങൾ എന്താ പറയുക, നമ്മുടെ ബാക്കിയുള്ള സ്പേസൊക്കെ തുടച്ചെടുക്കണം. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഗ്യാസ് ഉണ്ടല്ലോ, ഗ്യാസും കൂടെ നന്നായിട്ട് എന്താ പറയുക നമ്മുടെ സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകുന്നുണ്ട് കേട്ടോ, തുടച്ചെടുക്കുന്നുണ്ട്, നന്നായിട്ട് എന്താ പറയുക ഉരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതും തുടച്ചിട്ട് കൗണ്ടർ ടോപ്പ് മൊത്തം ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് വർക്കിംഗ് കിച്ചണും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വർക്കിംഗ് കിച്ചണും ഞാൻ എന്താ പറയുക ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തു, കാരണം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇനി മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, കാര്യങ്ങൾ അതും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇപ്പം സമയം 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനി മക്കൾക്കൊക്കെ ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ആ സമയം കൊണ്ട് വേഗം പിന്നെ വേഗം പണി ഫാസ്റ്റ് ആക്കും. നമ്മൾ ആദ്യം സ്ലോവിൽ എടുക്കും, ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പണി വേഗം ഫാസ്റ്റ് ആക്കും. പിന്നെ നമ്മുടെ സ്പൂണും കത്തികളും പപ്പട കുത്തിയൊക്കെ വെക്കുന്ന സ്പേസാണ് കേട്ടോ. അതൊക്കെ വേഗം തുടച്ചെടുത്തിട്ട് അവിടേക്ക് തന്നെ വീണ്ടും ആ സാധനമൊക്കെ വെക്കുന്നുണ്ട്. ബാക്കിയുള്ള പാത്രങ്ങൾ കൂടിയും കഴുകി അതായത് സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ സിങ്കും കാര്യങ്ങളും ഉരച്ച് കഴുകുകയാണ് കേട്ടോ. സിങ്കിൻ്റെ ക്ലീനിങ്ങും കൂടിയും കഴിഞ്ഞ് നമ്മൾ കൗണ്ടർ ടോപ്പും ക്ലീൻ ആക്കി വെച്ചു. ഇനി ഞാൻ വേഗം പോയി കുളിക്കട്ടെ. മക്കൾക്ക് ഭക്ഷണം മേശപ്പുറത്ത് എടുത്ത് വെച്ച് കൊടുക്കണം, അവർ കഴിക്കുമ്പോഴേക്കും ഞാൻ പോയി കുളിക്കണം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളും തീർന്നു. ഓപ്പൺ കിച്ചണ് മൊത്തമായിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കണ്ട. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് സ്പേസ് എൻ്റെ ഓപ്പൺ കിച്ചൺ തന്നെയാണ്. അതെപ്പോഴും ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. എനിക്ക് വയ്യാത്തൊരു സമയം വരുമ്പോൾ മാത്രമേ വൃത്തികേടായി കിടക്കാറുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.